മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണെന്ന കെ.എം. ഷാജിയുടെ അഭിപ്രായത്തെ പിന്തുണച്ച് മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് ഇ.ടി. മുഹമ്മദ് ബഷീർ. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് മുസ്ലിം ലീഗ് ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്ന് ബഷീർ പറഞ്ഞു. മുസ്ലിം ലീഗ് ഒരിക്കലും ഇത് വഖഫ് ഭൂമിയല്ലെന്ന നിലപാട് എടുത്തിട്ടില്ല. വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ നിലപാട് പറയാന്നുള്ളതാണ്. ആ പ്രതികരണത്തെ എങ്ങനെയാ ഇ.ടി. സാഹിബ് കാണുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ, അങ്ങനല്ല. അത് എന്തിനാ? അതല്ല, ഞാൻ പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവെന്ന് മാത്രമല്ല, ആരായിരുന്നാലും ഇത് വഖഫ് സ്വത്തല്ല എന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സംശയമില്ലല്ലോ. അത് വേറെ കാര്യം. അതിപ്പോ നോക്കാം, എന്താണ് UDF യോഗത്തിൽ ഉയർത്തേണ്ടതാണോ അല്ലേ എന്നുള്ളത് വേറെ ഫോർത്ത് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഞാൻ പറയുന്നത് ഈ എല്ലാ 3 പോയിന്റിലുള്ള കൃത്യമായ വിശദീകരണമാണ്. നിലവിൽ ഇപ്പം കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, പാർട്ടി ആയിട്ട് അത്തരം കാര്യങ്ങളിൽ ഇത്തരത്തിലൊരു വർഗീയ വിഭജനത്തിന് സംഘപരിവാർ സംഘടനകൾ കാര്യമായി ശ്രമിച്ചുകൊണ്ടിരിക്കെ സ്വയം പാർട്ടിയായിട്ട് അത്തരത്തിലുള്ള ആളുകൾ അത് വെറുതെ പ്രസ്താവനകൾക്ക് പോകേണ്ടതില്ല എന്നാണ്. അങ്ങനെയല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് വ്യക്തമാണ്. നിങ്ങളെല്ലാം ഇതിലുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മുസ്ലിം ലീഗിന്റെ നിലപാട് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കൃത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ വിശദീകരിച്ചത്. തങ്ങൾ ഒരിക്കലും ഇത് വഖഫ് ഭൂമിയല്ല, വഖഫ് പറഞ്ഞിട്ടില്ല. ദാറ്റ്സ് ക്ലോസ്ഡ്. അതിൽ പിന്നെ പുതിയ ചർച്ചയുടെ ആവശ്യം ഉദിക്കുന്നില്ല. അങ്ങനെയല്ല, വളരെ വ്യക്തമാണ്. ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിൻ്റെ നയങ്ങൾ പറഞ്ഞത് എല്ലാം തന്നെ നേരത്തെ തന്നെ വ്യക്തമാക്കിയുള്ള കാര്യങ്ങളാണ്. അത് വ്യക്തമാണല്ലോ. മുസ്ലിം ലീഗ് പറഞ്ഞിട്ടില്ല, എന്ത് പറഞ്ഞിട്ടില്ല, ഇത് വഖഫ് സ്വത്ത് അല്ല എന്ന് മുസ്ലിം ലീഗ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. അത് തീർച്ചയായിട്ടും അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ ശരിയായ ചോദ്യമാണ്. കാരണം വെച്ചാൽ അവരുടെ മാനുഷിക പ്രശ്നങ്ങളുണ്ട്. ആ മാനുഷിക പ്രശ്നങ്ങൾ എന്നുള്ളതിൽ അവർക്ക് വരെയുള്ള ഹാർഡ്ഷിപ്പ് എങ്ങനെ പരിഹരിക്കാമെന്നതിനെ പറ്റി ഞങ്ങൾ മുൻകൈ എടുക്കും. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സംശയമില്ല, കാര്യമില്ല. ഈ അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി VHP പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ആ ഇഷ്യൂവിന്റെ അത്ര ഡീറ്റെയിലേക്ക് ഞാൻ പോയില്ല.